2026 കേരള നിയമസഭാ ഇലക്ഷൻ ഞങ്ങൾ നടത്തിയ സർവേ ഫലത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ സർവേ ഫലങ്ങൾ പുറത്തുവിട്ടിരുന്നു. അത് കാണാത്തവർ ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുക. ഈ രണ്ട് ജില്ലകളുടെ ഫലം പുറത്തുവന്നപ്പോൾ LDF 11ഉം UDF 12ഉം BJP 2 സീറ്റുകൾ ആയി ആണ് നിൽക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളുടെ ഫലം ആണ് പുറത്തുവിടാൻ പോകുന്നത്. നമ്മൾക്ക് ആദ്യ മണ്ഡലത്തിലേക്ക് കടക്കാം. അടൂരിൽ ശക്തമായ മത്സരത്തിന് ഒടുവിൽ ശാന്തകുമാർ UDFനായി മണ്ഡലം തിരിച്ചുപിടിക്കും എന്നാണ് പ്രവചനം. കോന്നി ഇടത്തോട്ട് ചാഞ്ഞു തന്നെ ജനീഷ് കുമാർ ജയിച്ചു കയറും. മറ്റൊരു മന്ത്രി മണ്ഡലം കൂടെ വീഴുന്നു. ആറന്മുളയിൽ അബിൻ വർക്കി അട്ടിമറി ജയം നേടും. റാന്നി ശക്തമായ മത്സരം ആണ്. ഇഞ്ചോടിഞ്ച് എന്നാണ് ഞങ്ങളുടെ സർവേ പറയുന്നത്. ചെറിയ മേൽകൈ പ്രമോദ് നാരായണൻ ഉണ്ട്. തിരുവല്ലയും UDF തിരിച്ചുപിടിക്കുന്നു. വർഗീസ് മാമ്മൻ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. പത്തനംതിട്ടയിലെ 5 മണ്ഡലങ്ങളിലെ ഫലം പുറത്തുവരുമ്പോൾ LDF 1 മുതൽ 2 സീറ്റും UDF 3 മുതൽ 4 സീറ്റും നേടും എന്നാണ് ഞങ്ങളുടെ പ്രവചനം. അന്തിമഘട്ട ഫലത്തിൽ LDF 2ഉം UDF 3ഉം സീറ്റുകൾ വീതം നേടും. BJP വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുന്നതല്ലാതെ കാര്യമായ നേട്ടം ഉണ്ടാകില്ല. അടുത്തതായി ആലപ്പുഴ ജില്ലയിലെ മണ്ഡലങ്ങൾ ആണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത്. ആലപ്പുഴയിലെ ആദ്യത്തെ മണ്ഡലം നോക്കാം. ചെങ്ങന്നൂർ ചുവപ്പ് കോട്ട ആയി തന്നെ തുടരും. ഭൂരിപക്ഷം കുറഞ്ഞാലും സജി ചെറിയാൻ തന്നെ വിജയിക്കും എന്നാണ് സൂചന. മാവേലിക്കരയിലും മാറ്റമൊന്നുമില്ല. അരുൺകുമാർ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു LDFനു വേണ്ടി വിജയം നേടും. കായംകുളം LDFും UDFും ടൈറ്റ് ഫൈറ്റ് എന്നാണ് ഞങ്ങളുടെ സർവേ പറയുന്നത്. ആർക്ക് ഒപ്പം വേണമെങ്കിലും മണ്ഡലം പോകാം. എന്നാലും പ്രതിഭയ്ക്ക് നേരിയ തോതിൽ മേൽകൈ കാണുന്നുണ്ട്. BJP സഖ്യം നേടുന്ന വോട്ടുകൾ നിർണായകം. ഹരിപ്പാട് മാറ്റമൊന്നും ഇല്ല. രമേശ് ചെന്നിത്തൽ തന്നെ വിജയക്കൊടി നാടും. BJP സഖ്യം 2ാം സ്ഥാനത്ത് എത്താനുള്ള ചെറിയ സാധ്യതയും കാണുന്നു. കുട്ടനാടും രജി ചെറിയാനിലൂടെ UDF തിരിച്ചുപിടിക്കും. ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന മണ്ഡലം അമ്പലപ്പുഴയിൽ സുധാകരൻ ആണ് മുന്നിൽ. LDFന് ഉറച്ച സീറ്റ് നഷ്ടമാകും എന്നാണ് ഞങ്ങളുടെ സർവേ പറയുന്നത്. BJP സഖ്യം LDF വോട്ടുകൾ പിടിച്ചതും തിരിച്ചടി ആകും. ആലപ്പുഴ മണ്ഡലവും ചുവന്നു തന്നെ. ചിത്തരഞ്ജൻ മണ്ഡലം നിലനിർത്താൻ കഴിയും എന്നാണ് ഞങ്ങളുടെ സർവേ പറയുന്നത്. ചേർത്തല പ്രസാദിലൂടെ ഇടതുകോട്ട ആയി തുടരും. അരൂർ ഷാനി മോൾ ഉസ്മാൻ നേരിയ മേൽകൈ. ഇഞ്ചോടിഞ്ച് പോരാട്ടം ആണെന്ന് പ്രവചനം. ആലപ്പുഴ ജില്ലയിലെ 9 മണ്ഡലത്തിലെ ഫലം വരുമ്പോൾ LDF 4 മുതൽ 6 സീറ്റും UDF 3 മുതൽ 5 സീറ്റും നേടും. ഞങ്ങളുടെ അവസാനവട്ട കണക്കുകളിൽ LDF 5ഉം UDF 4 സീറ്റും നേടും എന്നാണ് പ്രവചനം. പത്തനംതിട്ടയിൽ LDF 2 സീറ്റും ആലപ്പുഴയിൽ 3 സീറ്റും നഷ്ടമാകും. ആകെ 4 ജില്ലകളിലെ കണക്ക് പുറത്തുവരുമ്പോൾ LDFന് 15 മുതൽ 22 സീറ്റും UDF 15 മുതൽ 21 സീറ്റും BJP സഖ്യം 2 മുതൽ 3 സീറ്റുകളും നേടും. ഞങ്ങളുടെ അന്തിമഘട്ട കണക്കുകളിൽ LDFന് 18ഉം UDF 19ഉം BJP സഖ്യം 2ഉം നേടും എന്നാണ് പ്രവചനം. ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ പുറത്തുവിടുന്നത് കോട്ടയം, ഇടുക്കി ജില്ലകളുടെ സർവേ ഫലങ്ങളാണ്. ഇതുപോലുള്ള സർവേ ഫലം അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വളരെ നന്ദി.